जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुगमुखादमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं मुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीतमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം 6-ാമത്തെ അധ്യായം. ഭഗവാൻ ഋഷഭദേവന്റെ കർമ്മങ്ങൾ. ശ്ലോകം 4 മുതൽ 8 വരെ വായിക്കാം. നിത്യം ദദാസി കാമസ്യ ചിത്രം തമുനിയേ അരയ യോഗിനാ കൃതമൈത്രസ്യ പത്യുർജായേവ പുംശ്ചലി. കാമോ മന്യുർമദോ ലോഭ ശോകമോഹാഭയാദയഃ കർമ്മബന്ധശ്ച യന്മൂല സ്വീകുരു സ്വീകുര്യാത് കോ അനതദ്ബുധഃ. അത ഏവം അഖില ലോകപാലലനാമ അപി വിലക്ഷണേ ജഡവദ് അവധൂതവേഷഭാഷാചരിതൈ അവലിപ്സിതാ ഭവത്ഭാവാൻ യോഗിനാം സംവരായ വിധിം അനുശിക്ഷയൻ സ്വകളേവരം ജിഹാസു ആത്മനി ആത്മാനം അസംവ്യവഹിതം അനർത്ഥന്ധരഭാവേന അന്വീക്ഷമാണ ഉപരത അനുവൃത്തി ഉപരരാമ. തസ്യ ഹവാ ഏവം മുക്തലിംഗസ്യ ഭഗവതാ ഋഷഭസ്യ യോഗമായാവാസനയാ ദേഹ ഇമാം ജഗതീമഭിമാനാഭാസേന സംക്രമാമാണ കൊങ്കവെങ്കടപുടകാൻ ദക്ഷിണ കർണാടകാൻ ദേശാന്യതൃച്ഛയോപഗതം കുടകാചലോപവന ഹാസ്യകൃതാശ്മകവിർക്കവല ഉന്മാദ ഇവ മുക്ത മൂർധജോ സംവീത ഏവ വിചചാര. അധാ സമീരവേഗ വിദൂതവേണു വികർഷണജാതോഗ്രാദാവാനല. തദ്വനം ആലേലിഹാന സഹതേന ദദാഹ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം. ഭഗവാൻ പുത്രന്മാർക്ക് ഋഷഭദേവൻ. അധ്യായം 6. ഭഗവാൻ ഋഷഭദേവന്റെ കർമ്മങ്ങൾ. ശ്ലോകം 4.
നിത്യം ദദാതി കാമസ്യ ഛിദ്രം തമനിയോ വരയ യോഗിനാ കൃതമൈത്രസ്യ പത്യുർജായേവ പുംശ്ചരി. വിവർത്തനം. പാതിവൃത്യമില്ലാത്ത സ്ത്രീയെ ജാരന്മാർക്ക് നിഷ്പ്രയാസം തട്ടിക്കൊണ്ടുപോകാൻ കഴിയും. അത്തരം സംഭവങ്ങളിൽ ചിലപ്പോഴൊക്കെ അവളുടെ ഭർത്താവ് ജാരന്മാരാൽ ക്രൂരമായി കൊല ചെയ്യപ്പെടാറുമുണ്ട്. ഒരു യോഗി അവന്റെ മനസ്സിന് നിയന്ത്രണമില്ലാതെ ഒരവസരം കൊടുത്തുപോയാൽ മനസ്സ് കാമം, ക്രോധം, ദുരാഗ്രഹം തുടങ്ങിയ ശത്രുക്കൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കുകയും ആ ശത്രുക്കൾ നിസ്സംശയം യോഗിയെ കൊല്ലുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ശ്ലോകം 5. കാമോ മന്യുരമദോ ലോഭ ശോകമോഹാഭയാദയ കർമ്മബന്ധശ്ചയന്മൂല സ്വീകുര്യാകൂവനു തദ്ബുധ. വിവർത്തനം. കാമം, ക്രോധം, അഹങ്കാരം, ദുരാഗ്രഹം, ദുഃഖം, വ്യാമോഹം, ഭയം എന്നിവയുടെയെല്ലാം മൂലകാരണം മനസ്സാണ്. ഇവയെല്ലാം ഒന്നു ചേർന്ന് ഫലേച്ഛാ കർമ്മത്തിന് ബന്ധനമുണ്ടാക്കുന്നു. പഠിപ്പുള്ള ഏതു മനുഷ്യനും മനസ്സിൽ വിശ്വാസമർപ്പിക്കാൻ കഴിയും. ശ്ലോകം 6. ഹരേ കൃഷ്ണ. അദൈവമഖിലലോകപാലലലാമോ അഭി വിലക്ഷണൈ ജഡവദൻ അവധൂത വേഷഭാഷാചരിതൈ അവിലക്ഷിത ഭഗവത് പ്രഭാവോ യോഗിനാം സാംബരായ വിധിം അനുശിക്ഷയൻ സ്വകലേബരം ജിഹാസുരാത്മാന്യം ആത്മാന അസംവ്യവഹിതം അനർത്ഥാന്തരഭാവേനാം അന്വേഷമാണ ഉപരതാം അനുവൃത്തിരൂപരരാമ. വിവർത്തനം. ഋഷഭദേവൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും തലവനായിരുന്നു. പക്ഷേ ഒരു അവധൂതന്റെ വേഷവും ഭാഷയും സ്വീകരിച്ച അദ്ദേഹം ഭൗതിക ബന്ധനത്തിലായവനും ഉന്മേഷരഹിതനുമായി നടിച്ചു. അതിനാൽ അദ്ദേഹത്തിന്റെ ദിവ്യമായ ഐശ്വര്യം നിരീക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. ശരീരം ത്യജിക്കേണ്ടത് എങ്ങനെയെന്ന് യോഗികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം അങ്ങനെ പെരുമാറിയത്. എന്നിരുന്നാലും വാസുദേവ ഭഗവാൻ കൃഷ്ണന്റെ സമഗ്ര വിസ്തരണമെന്ന തന്റെ യഥാർത്ഥ പദവി അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അതേ നിലയിൽ തുടർന്നുകൊണ്ട് അദ്ദേഹം ഋഷഭദേവൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഭൗതിക ലോകത്തിലെ ലീലകൾ അവസാനിപ്പിച്ചു. ഋഷഭദേവന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് സൂക്ഷ്മ ശരീരം ത്യജിക്കുന്ന ഒരുവൻ വീണ്ടും ഒരു ഭൗതിക ശരീരം സ്വീകരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ശ്ലോകം 7. തസ്യ ഹാവായേവം മുക്തലിംഗസ്യ ഭഗവദൃഷഭസ്യ യോഗമായാ വാസനയാ ദേഹ ഇമാം ഗഗതിം അഭിമാനാഭാസേന സംക്രമമാണ കൊങ്കവെങ്കകുടകാൻ ദക്ഷിണ കർണാടകാൻ ദേശാൻ യദൃച്ഛയോപഗത കുടകാജലോപവന ആസ്യകൃതാശ്മകബല ഉന്മാദ ഇവ മുക്തമൂർത്തചോവസംവേദ ഏവ വിചചാരാം. ഹരേ കൃഷ്ണ. വിവർത്തനം. വാസ്തവത്തിൽ ഋഷഭദേവന് ഭൗതിക ശരീരം ഉണ്ടായിരുന്നില്ല. പക്ഷേ യോഗമായ മൂലം അദ്ദേഹം തന്റെ ശരീരത്തെ ഭൗതികമായി പരിഗണിക്കുകയും അതിനോട് താതാത്മ്യം പ്രാപിക്കാതെ ഒരു സാധാരണ മനുഷ്യ ജീവിയെ പോലെ വിഹരിക്കുകയും ചെയ്തു. ഈ തത്വം പിന്തുടർന്ന് അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു തുടങ്ങി. യാത്രക്കിടയിൽ ദക്ഷിണേന്ത്യയിലെ കർണാടക പ്രവിശ്യയിലെത്തിയ അദ്ദേഹം കൊങ്ക, വെങ്ക, കുടക ദേശങ്ങളിലൂടെ കടന്നുപോയി. ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹം കുടകാജലത്തിന് സമീപമെത്തി അവിടെ ഒരു വനത്തിൽ പ്രവേശിച്ചു. വായിൽ കല്ലുകൾ നിറച്ച് നഗ്നനായി പാറിപ്പറന്ന തലമുടിയോടെ ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം ആ വനത്തിലുടനീളം അലഞ്ഞു നടന്നു. ശ്ലോകം 8. അഥാ സമീര വേഗ വിദൂത വേണു വികർഷണ ജാതോഗ്രതാവാൻ അനലസ്ത്വദനമാലേ അലിഹാന സഹതേന ദദാഹ. വിവർത്തനം. അദ്ദേഹം അങ്ങനെ അലഞ്ഞു നടക്കുന്നതിനിടയിൽ വന്യമായൊരു കാട്ടുഊതി ഉണ്ടായി. കാറ്റിൽ ഉലഞ്ഞാടിയ കാട്ടുമുളകൾ കൂട്ടിയുരസി ഉണ്ടായ അഗ്നിയിൽ നിന്നാണ് തീ പടർന്നത്. കുടകാജലത്തെ മുഴുവൻ അഗ്നിക്കിരയാക്കിയ ആ കാട്ടുതീയിൽ ഋഷഭദേവന്റെ ശരീരവും ദഹിച്ച് ഭസ്മമായി.
ശ്ലോകം 9. യസ്യാഖിലാനുചരിതമുപാകർണ്യ കൊങ്കവെങ്കകുടഗാനാം രാജാഹൻ മോപയിഷിഷ്യ കലാവധർമ്മ ഉത്കൃഷ്യമാണേ ഭവിതവ്യേന വിമോഹിത സ്വധർമ്മ പദമകുതോ ഭയമപഹായ കുപദാ പാഖണ്ഡം അസമഞ്ജസം നിജമനീഷയാ മന്ദ സംപ്രവർത്തയിഷ്യതേ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് സംസാരം തുടർന്നു. അല്ലയോ രാജാവേ, കൊങ്ക, വെങ്ക, കുടക പ്രവിശ്യകളുടെ രാജാവായിരുന്ന അർഹത് ഋഷഭദേവന്റെ കർമ്മങ്ങളെക്കുറിച്ച് ശ്രവിക്കുകയും അദ്ദേഹത്തിന്റെ തത്വങ്ങളെ അനുകരിച്ച് പുതിയൊരു ധാർമ്മിക സമ്പ്രദായം അവതരിപ്പിക്കുകയും ചെയ്തു. വ്യാമോഹിതനായ അർഹത് രാജാവ് പാപപങ്കിലങ്ങളായ കർമ്മങ്ങളുടേതായ ഈ കലിയുഗത്തെ പ്രയോജനപ്പെടുത്തി അപകട സാധ്യതയില്ലാത്ത വൈദിക തത്വങ്ങൾ ത്യജിച്ച് വേദങ്ങൾക്ക് വിരുദ്ധമായ സമ്പ്രദായമാണ് അവതരിപ്പിച്ചത്. ജൈനധർമ്മത്തിന്റെ ആരംഭം അതായിരുന്നു. ഈ നിരീശ്വരവാദ സമ്പ്രദായത്തെ മതങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന മറ്റു പലതും പിന്തുടർന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഉഷ മാതാജി, വളരെ നന്നായിട്ട് വായിച്ചു. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ ഇവിടെ പരീക്ഷിത് മഹാരാജാവ് ശുകദേവ് ബ്രഹ്മർഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഋഷഭദേവൻ യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ വാസുദേവനാണ്, അദ്ദേഹം കൈവല്യപതിയാണ്, എല്ലാവിധ യോഗസിദ്ധികളുടെയും ഉടമസ്ഥനാണ്, യോഗേശ്വരനാണ്. എന്നിട്ടും ജനങ്ങളുടെ ഉപദ്രവം ഉണ്ടായ സമയത്ത് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തുകൊണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു യോഗമാർഗം സ്വീകരിച്ചില്ല? അദ്ദേഹത്തിന് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജാലവിദ്യ കാണിച്ച് ജനങ്ങളെ ആകർഷിക്കാം. ഇങ്ങനെയുള്ള എല്ലാ സിദ്ധികളും ഉണ്ടായിട്ടും അദ്ദേഹം സിദ്ധികളൊന്നും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാവാവസ്ഥ, ഭഗവാനോടുള്ള പ്രേമാവസ്ഥ മാത്രമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അദ്ദേഹം ചിലപ്പോൾ ചിരിക്കുകയും ഉറക്കെ കരയുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഋഷഭദേവൻ ജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജനങ്ങളെ തന്റെ വശത്താക്കുന്നതിന് വേണ്ടിയോ സിദ്ധികളൊന്നും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പരീക്ഷിത് മഹാരാജാവ് ശുകദേവ് ബ്രഹ്മർഷിയോട് ചോദിച്ചത്. അതിന്റെ ഉത്തരമായിട്ടാണ് ഇവിടെ ശുകദേവ് ബ്രഹ്മർഷി പറയുന്നത്, ഒരു സാധകൻ അദ്ദേഹത്തിന്റെ സിദ്ധികളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആത്മീയമായിട്ടുള്ള ഉയർച്ചയിലോ ഒന്നും വശപ്പെട്ടു പോകരുത്. അതല്ല അതിന്റെ ഉദ്ദേശം. സിദ്ധി ലഭിക്കുന്നതോ മുക്തി ലഭിക്കുന്നത് പോലുമല്ല ഒരു ഭക്തി സേവനത്തിന്റെ ഉദ്ദേശം. ഭക്തി ചെയ്യുന്നതിന്റെ, ഭഗവാന്റെ സേവനം ചെയ്യുന്നതിന്റെ, ഭഗവാന്റെ നാമ ജപം ചെയ്യുന്നതിന്റെ, സേവനം ചെയ്യുന്നതിന്റെ, സാധന ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഭഗവാന്റെ ഭക്തി ലഭിക്കുക എന്നുള്ളത് മാത്രമാണ്. ഭഗവാന്റെ കാരുണ്യം ലഭിക്കുക, ഭഗവാന്റെ സേവനത്തിൽ തന്നെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. മറ്റ് സാധനയുടെ മറ്റ് അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, സിദ്ധി പ്രകടിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാകും. ഒരു വ്യക്തിക്ക് സാധന ചെയ്ത് എന്തെങ്കിലും സിദ്ധി ലഭിച്ചു, അല്ലെ, മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു അവസ്ഥയിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടി പോകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പറയുന്നു, ന ധനം ന ജനം ന സുന്ദരിയും. ഈ ഭൗതികമായിട്ടുള്ള നേട്ടത്തിനൊന്നും വേണ്ടിയല്ല ഞാൻ ഭഗവാന്റെ ഭക്തി ചെയ്യുന്നത്. മമ ജന്മനി ജന്മനീശ്വര, എന്റെ എല്ലാ ജന്മങ്ങളിലും തുടർച്ചയായിട്ട് എനിക്ക് ഭക്തി സേവനത്തിൽ മുഴുകാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഭക്തി ചെയ്യുന്നത്, അതാണ് എന്റെ ആഗ്രഹം എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അപ്പോൾ ഒരു സാധകൻ വളരെ ജാഗ്രതയുള്ളവനായിരിക്കണം. അവന്റെ സിദ്ധികളിൽ, സാധന കൊണ്ട് ലഭിച്ച അല്ലെങ്കിൽ തപസ് കൊണ്ട് ലഭിച്ച സിദ്ധികളിൽ അവൻ വീണു പോകരുത്. അത് പ്രദർശിപ്പിക്കാൻ നിന്ന് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അല്ല ആ സിദ്ധി ലഭിക്കുന്നത്. അത് കൂടുതൽ ഭഗവാന്റെ സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഋഷഭദേവൻ ആ സിദ്ധികളെല്ലാം ഉണ്ടായിട്ടും ആ സിദ്ധികളൊന്നും പ്രകടിപ്പിക്കാതിരുന്നത് എന്ന് പറയും. കാരണം മനസ്സിനെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ശുകദേവ് ബ്രഹ്മർഷിയുടെ
പറയുന്നത്. മനസ്സിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരു സാധകൻ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരുന്ന ഒരു സാധകനെ മനസ്സ് പല രീതിയിലും പറഞ്ഞ് പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. അല്ല, നീ ഇപ്പോൾ ഉയർന്ന ഭക്തനായി കഴിഞ്ഞു, ഇനി നീ സാധനയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, നീ നിയമങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല, നിയമങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല, നാമം ജപിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ആദ്യത്തെ തുടക്കത്തിലുള്ള ഭക്തന്മാർക്കാണ്. നീ മുതിർന്ന ഭക്തനായി കഴിഞ്ഞു, നീ ഉയർന്ന ഭക്തനായി കഴിഞ്ഞു എന്നൊക്കെ മനസ്സ് ചിലപ്പോൾ പറഞ്ഞ് പല പ്രലോഭനങ്ങളും ഉണ്ടാക്കാൻ സാധ്യത. അപ്പോൾ ഇങ്ങനെയുള്ള അഹങ്കാരം അല്ലെങ്കിൽ കാമം, ക്രോധം, ഇതിനൊക്കെ വശപ്പെടാൻ സാധ്യതയുണ്ട് മനസ്സ്. അതുകൊണ്ട് മനസ്സിനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വേട്ടക്കാരൻ ഒരു മാനിനെ വേട്ടയാടി പിടിച്ചാലും അതിനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതിനെ ഏതെങ്കിലും കൂട്ടിലടയ്ക്കും അല്ലെങ്കിൽ കെട്ടിയിടും. അത് വീണ്ടും ചാടിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് ആ വേട്ടക്കാരൻ അറിയാം. അതുപോലെ തന്നെ സാധകൻ ഒരിക്കൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചാലും ആ മനസ്സ് മെരുങ്ങിക്കഴിഞ്ഞു, മനസ്സിന്റെ വശംവദനായി എന്ന് വിചാരിക്കാതെ വീണ്ടും വീണ്ടും ആ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഋഷഭദേവൻ തന്റെ സിദ്ധികളൊന്നും പ്രകടിപ്പിക്കാതിരുന്നത് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ മഹാരാജ് മനസ്സിനെ കുറിച്ച് പറയുന്ന കാര്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. 4-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത്, ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദിവസവും മനസ്സിനെ ചെരുപ്പ് കൊണ്ട് അടിക്കണം, ചെരുപ്പ് കൊണ്ട് 100 തവണ അടിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ ഉറങ്ങുന്നതിന്റെ മുന്നേ ചൂലുകൊണ്ട് മനസ്സിനെ അടിക്കണം എന്നാണ് പറയുന്നത്. കാരണം മനസ്സ് പല രീതിയിലും നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി സൂത്രത്തിൽ പല കാര്യങ്ങളും നമ്മൾക്ക് പറഞ്ഞു തരും. അത് നമ്മൾ വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ ശാസ്ത്രത്തെയും ഗുരുവിനെയുമാണ് വിശ്വസിക്കേണ്ടത്. സ്വന്തം മനസ്സിലുള്ള ഊഹാപോഹങ്ങളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. അത് കാരണം മനസ്സ് കാമത്തിന്റെയും ക്രോധത്തിന്റെയും അഹങ്കാരത്തിന്റെയും ദുരാഗ്രഹത്തിന്റെയും വ്യാമോഹത്തിന്റെയും ഒക്കെ ഇരിപ്പിടമാണ്. മനസ്സ് ഇങ്ങനെയുള്ള വികാരങ്ങൾക്കെല്ലാം അവസരം കൊടുക്കുന്ന, ഇരിപ്പിടം കൊടുക്കുന്ന ആളാണ്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ മനസ്സ് ഇങ്ങനെയുള്ള എല്ലാ വികാരങ്ങൾക്കും ഇരിപ്പിടം കൊടുക്കും. അതിന് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. അതുകൊണ്ട് മനസ്സിനെ ഒരിക്കലും ഒരു സാധകൻ വിശ്വസിക്കരുത് എന്നാണ് ഇവിടെ ശുകദേവ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത്. ഋഷഭദേവന്റെ ഉദാഹരണം കൊണ്ട് ശുകദേവ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഋഷഭദേവൻ മറ്റ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് എങ്ങനെ ശരീരം വെടിയാം, സിദ്ധികൾ ഉണ്ടെങ്കിൽ പോലും ആ സിദ്ധികളൊന്നും പ്രകടിപ്പിക്കാതെ, ജനങ്ങൾ ഉപദ്രവിക്കുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ ജനങ്ങൾ മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പോലും അതിനൊന്നും വശംവദനാകാതെ, അവരുടെ വാക്കുകൾക്ക് വശംവദനാകാതെ എങ്ങനെ ഇരിക്കാം? ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, യഥാതേ മോഹകലിലം ബുദ്ധിർ വ്യതിധരിഷ്യസി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ. ഒരു വ്യക്തിയുടെ ബുദ്ധി എപ്പോഴാണ് ഉറച്ചതാകുന്നത്? ആളുകൾ പറയുന്നതിനനുസരിച്ച് ചെയ്യുമ്പോഴല്ല. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ശ്രോതവ്യസ്യ ശ്രുതസ്യ, ആളുകൾ എന്തെല്ലാം തന്നെ കുറിച്ച് പറഞ്ഞാലും അതിലൊന്നും വഴിപ്പെടാതെ ഭഗവാന്റെ സേവനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് സ്ഥിരബുദ്ധിയായിട്ടുള്ള വ്യക്തി എന്ന് പറയും. അപ്പോൾ ഭക്തന്മാരെ കുറിച്ച് മറ്റുള്ളവർ പല കാര്യങ്ങളും സംസാരിക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ പല രീതിയിലും ചുറ്റുപാടുമുള്ള ജനങ്ങൾ ഒരു ഭക്തനെ താഴോട്ട് പിടിച്ചു വലിക്കാൻ ശ്രമിക്കും. പക്ഷെ അതിലൊന്നും വശംവദനാകാതിരിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അവരോട് പ്രതികരിക്കാതിരിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്നിവിടെ ഋഷഭദേവൻ കാണിച്ചു കൊടുക്കുകയാണ്. ജനങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചില്ല. അവർ പല രീതിയിലും ഋഷഭദേവനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവർ പല രീതിയിലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ സംസാരിച്ചു. ഋഷഭദേവൻ ഭഗവാനായിട്ട് പോലും ഭഗവാനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ പിന്നെ സാധാരണ വ്യക്തികളുടെ കാര്യം എന്താണ്? ആ ഭഗവാനെ കല്ലെടുത്തെറിഞ്ഞു, ആ മലമൂത്രാദികൾ ഭഗവാന്റെ ശരീരത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ടൊന്നും അതിന് ഭഗവാൻ പ്രതികരിച്ചില്ല. ഭഗവാൻ തിരിച്ചാക്രമിക്കാൻ പോവുകയോ അവരെ സംസാരിച്ച് മാറ്റാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല.
അപ്പോൾ അങ്ങനെ ആ ഒരു ശരീരബോധത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തനായി ഞാൻ ഭഗവാന്റെ സേവകനാണ്, ഭഗവാന്റെ സേവനം ചെയ്യുക മാത്രമാണ് എന്റെ ധർമ്മം, ചുറ്റുപാടുമുള്ളവർ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, അവർ പറയുന്നത് മുഴുവൻ ശരീരത്തിനെ കുറിച്ചാണ്, ഞാൻ ആ ശരീരത്തിൽ നിന്നും ഉയർന്നിട്ടുള്ള വ്യക്തിയാണ്, ആത്മാവാണ് എന്ന ബോധത്തിൽ എങ്ങനെ ഉറച്ചിരിക്കാം എന്ന് കാണിച്ച് മാതൃകാപരമായിട്ട് കാണിച്ചു തരുന്നതിനും യോഗികൾ എങ്ങനെയാണ്, പരമഹംസന്മാർ എങ്ങനെയാണ് ശരീരം ഉപേക്ഷിക്കേണ്ടത്, ശരീരത്തിന് യാതൊരു മൂല്യവും ഇല്ല, ആ ശരീരത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ശരീരം ഉപേക്ഷിക്കാം എന്ന് പരമഹംസന്മാർക്കും ഉയർന്ന യോഗിമാർക്കും സന്യാസിമാർക്കും മാതൃക കാണിക്കുന്നതിന് വേണ്ടിയാണ് ഋഷഭദേവൻ എങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾക്ക് സാധാരണഗതിയിൽ അനുകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല, പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഇങ്ങനെ ഒരു പരമഹംസ മാർഗത്തിൽ ഒരു അവധൂതനെ പോലെ സഞ്ചരിക്കാൻ നമ്മൾക്ക് സാധിക്കുകയില്ല. അതിന് നിർദ്ദേശിക്കുന്നുമില്ല ചൈതന്യ മഹാപ്രഭു, അങ്ങനെ പറയുന്നില്ല. ചൈതന്യ മഹാപ്രഭു പറയുന്നത് സ്ഥാനേ സ്ഥിതോ, നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കും, ഭഗവത്ഗീത വായിക്കൂ, ഭാഗവതം വായിക്കൂ, ഏകാദശി എടുക്കൂ, തുളസിക്ക് ആരതി ചെയ്യും, ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യൂ, അത്രമാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മുക്തരാകാൻ സാധിക്കും കലിയുഗത്തിൽ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഋഷഭദേവന്റെ ഈ ഒരു മാർഗം പിന്തുടരാൻ ഒരു രാജാവ്, പിന്നീട് ഒരു രാജാവ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഋഷഭദേവൻ അവസാനം ലീല അവസാനിക്കുന്നത് ഇവിടെ ദക്ഷിണ കർണാടക ദേശത്ത് വന്നിട്ടാണ് എന്ന് പറയുന്നത്. കൊങ്ക വെങ്കട കുടകാൻ ദക്ഷിണ കർണാടകാൻ, പണ്ട് മുതലെയുള്ള പേരാണ് കർണാടക എന്നുള്ള പേര് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ കൊങ്ക, വെങ്ക, കുടകാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു. അത് വനപ്രദേശമായിരുന്നു. ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. കുടക് ഒരു വലിയ മലനിരകളാണ്, സഹ്യപർവ്വതത്തിന്റെ ഭാഗമായിട്ടുള്ള മലനിരകളാണ് കുടക് പ്രദേശം. അവിടെ വെച്ചാണ്, അവിടെയുള്ള ഒരു വനത്തിൽ പ്രവേശിച്ച സമയത്താണ് വലിയ കാട്ടുതീ ഉണ്ടായി. ആ കാട്ടുതീയിൽ പെട്ടതുപോലെ ഭഗവാൻ ലീല അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഭഗവാൻ എന്തെങ്കിലും ഒരു നിമിത്തം വേണം, ശരീരം ഞാൻ ഉപേക്ഷിച്ചു, എന്റെ ലീല അവസാനിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഒരു കാട്ടുതീയിൽ പെട്ടതുപോലെ ലീല അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശരീരം കാട്ടുതീയിൽ നശിച്ചു പോകുന്നില്ല. ഒരു സാധാരണ ജീവാത്മാവ് പോലും തീയിൽ നശിച്ചു പോകുന്നില്ല എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അല്ലെ, അച്ഛേദ്യോയം അദാഹ്യോയം, അദാഹ്യോയമാണ് ജീവാത്മാവ്. ജീവാത്മാവ് ദഹിക്കാത്തതാണ്. അപ്പോൾ ഭഗവാന്റെ ശരീരം തന്നെ ആത്മാവാണ്. ഭഗവാന് ഭൗതികമായിട്ടുള്ള ശരീരമില്ല. അതുകൊണ്ട് ഒരിക്കലും അഗ്നിയിൽ ഭഗവാൻ ദഹിച്ചു പോകുന്നില്ല. ആ അഗ്നിയിൽ ഭഗവാൻ അപ്രത്യക്ഷനായി പോവുകയാണ് ചെയ്തത്. പക്ഷെ അതുകൊണ്ട് ആ വനത്തിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം വലിയ നേട്ടമുണ്ടായി എന്നാണ് ഇവിടെ ശിലപ്രഭാതർ വിശദീകരിക്കുന്നത്. എങ്ങനെയാണോ കുരുക്ഷേത്ര യുദ്ധത്തിൽ, യുദ്ധഭൂമിയിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ച എല്ലാ പടനായകന്മാർക്കും, എല്ലാ പടയാളികൾക്കും മോക്ഷം ലഭിച്ചത്, അവർക്ക് ഭഗവാന്റെ സാമീപ്യത്തിൽ ശരീരം വെടിഞ്ഞതുകൊണ്ട് തന്നെ മോക്ഷം ലഭിച്ചു. അതേപോലെ ഈ കാട്ടുതീയിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ശരീരം വെടിഞ്ഞിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് മോക്ഷം ലഭിക്കാൻ യാതൊരു അവസരവുമില്ലായിരുന്നു. കാട്ടിൽ മൃഗങ്ങളായിട്ട് ജീവിക്കുകയാണ് ഈ ജീവാത്മാക്കളെല്ലാം. അവരോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ ആ വനത്തിൽ വെച്ച് അവർക്ക് സാന്നിധ്യം കൊടുത്തു എന്നതാണ്. ആ കാട്ടുതീയുടെ സമയത്ത് അവർക്ക് ഭഗവാന്റെ സാമീപ്യം കൊടുത്തു. അങ്ങനെ അവർക്കെല്ലാം മോക്ഷം ലഭിക്കാനുള്ള അവസരമുണ്ടായി. ആ കാട്ടുതീയിൽ ശരീരം വെടിഞ്ഞിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവർക്ക് നേരിട്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാൻ അവസരം കിട്ടി. അത് ഭഗവാന്റെ ലീലയുടെ ഒരു പ്രത്യേകതയാണ്. അടുത്ത ശ്ലോകത്തിൽ, 9ാമത്തെ ശ്ലോകത്തിൽ ഈ ഒരു ഭഗവാൻ ഋഷഭദേവന്റെ പ്രവർത്തികൾ അനുകരിക്കാൻ ശ്രമിച്ച ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. 9ാമത്തെ ശ്ലോകം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിജയപ്രഭു. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ